അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതാ ബൈബിൾ നമ്മളെങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടും ഭാര്യയും ഭർത്താവും ഒന്നാണ്. ഒന്നാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ശരീരം കൊണ്ട് ഒരിക്കലും ഒന്നാകാൻ പറ്റത്തില്ല. പറ്റുമോ? വ്യത്യസ്തമായ ശൈലിയിലുള്ള വ്യത്യസ്തമായ ഒരു ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യസ്തമാണ്, എല്ലാം കൊണ്ട് വ്യത്യസ്തമായ രണ്ട് ശരീരങ്ങളാണ്. അപ്പോൾ ഒന്നാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവാണ് ഒന്നാവുള്ളൂ, അല്ലേ? ആത്മാവ് ഒന്നാകുന്നപ്പോഴാണ് മരിച്ചതിന് ശേഷമാണ്. ഒരു ദമ്പതികൾ ഒന്നാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൽ മരിച്ച് പുനരുത്ഥാനം ജീവിക്കുന്നതിൻ്റെ പേരാണെന്ത്? ക്രിസ്തീയ കുടുംബജീവിതം, അല്ലേ? ഇനി ക്രിസ്തുവിൽ ഒന്നായി ജീവിക്കുക, അതാണ് ഒന്നെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർക്കണം. കാര്യം നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും, ദൈവവചനത്തിലൂടെ നമ്മൾ ഇത്ര ശക്തമായി ദൈവം പഠിപ്പിച്ചെങ്കിലും, പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, പുരുഷൻ്റെ ശരീരം അതിൻ്റേതായ എല്ലാ പ്രത്യേകതകളുള്ളൊരു ശരീരമാണ്. അങ്ങനെയാണോ സ്ത്രീ ശരീരം? ആണോ? അല്ല, രണ്ടും വളരെ വ്യത്യസ്തമാണ്. ഇതൊന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പുരുഷ ശരീരം പോലെയല്ല സ്ത്രീ ശരീരം, സ്ത്രീ ശരീരം പോലെയല്ല പുരുഷ ശരീരം. ഒറ്റ നോട്ടം നോക്കിയാൽ നിനക്ക് അറിയാം. പുരുഷൻ്റെ ശരീരത്തിലും തൊട്ട് നോക്കി, അല്ലേ? കൈയൊക്കെ സ്കിന്നൊക്കെ ഇച്ചിരി കട്ടിയുള്ള, അല്ലേ? അങ്ങനെയൊക്കെ. സ്ത്രീയുടെയോ വളരെ സോഫ്റ്റാണ്, അല്ലേ? പുരുഷന്മാർ കൈയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൂച്ചക്കുട്ടിയൊക്കെ ഓടി നടക്കുന്ന പോലെ, അല്ലേ? എന്താണ് മസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഓടിയൊക്കെ നടക്കും. നമുക്കില്ലെങ്കിലും, അല്ലേ? ഓരോരുത്തർ പിടിച്ചാൽ. എന്നാൽ പിന്നെ ചേട്ടൻ പിടിച്ചപ്പോൾ അങ്ങനെ വന്ന്, എന്നാൽ പിന്നെ എൻ്റെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പിടിച്ചാലോ ഏത്തപ്പഴം പുഴുങ്ങിയ പോലെ ഇരിക്കും, അല്ലേ? അതിനകത്തൊന്നും, കാരണം എന്താണ്? ഇതങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. രണ്ടും വ്യത്യസ്തമാണ്. പുരുഷ ശരീരവും സ്ത്രീ ശരീരവും വ്യത്യാസമുണ്ട്. ഈ സത്യം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിലോ പുരുഷൻ്റെ തലയിലുണ്ടാകുന്ന ചിന്താ മേഖലയായിരിക്കില്ല സ്ത്രീക്കുണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കുക, സ്ത്രീകൾ എപ്പോഴും വികാരപരമാണ്. വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകാരിക തലമാണ് അവർക്ക് കൂടുതൽ വർക്കൗട്ട് ആവുക. വൈകാരിക തലങ്ങളിൽ പെട്ടെന്ന് അവർ അസ്വസ്ഥരാകും. പുരുഷൻ കുറച്ചും കൂടെ വിചാരത്തോടെയാണ്. യുക്തി, അതിൻ്റെ കാരണമൊക്കെയാണ് പുള്ളി നോക്കുക. അതിൻ്റെ കാരണം ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കറിയാം, ഈ നമ്മുടെ തലയ്ക്കകത്ത് തലച്ചോറ് അതിങ്ങനെ, അല്ലേ? ഇന്ത്യയുടെ ഭൂപടം വരച്ച ഗുജറാത്ത് കിടക്കുന്ന പോലെയാണ്. ഇങ്ങനെ രണ്ട് സംഭവം പോലെ, അല്ലേ? കാബേജ് മുറിച്ച പോലെ ഇങ്ങനെ ഇരിക്കുക സാധനം. രണ്ട് സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, കിലോമീറ്ററുകളോളം ഇങ്ങനെ വലന്നുകൂടി കിടക്കുക എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇതിൽ ഇടതുവശം വലതുവശം ഇങ്ങനെയുണ്ട്. ഒരു വശത്ത് വലത് സൈഡിൽ ഇങ്ങനെ വൈകാരിക തലങ്ങളെല്ലാം കൂടെ, ഇടതുവശത്ത് ഇങ്ങനെ യുക്തി വിചാരങ്ങളെല്ലാം കൂടെ കൂടിയിട്ടൊക്കെയാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. എന്തുവാട്ടെ, എന്താണെങ്കിലും ഒന്നിങ്ങനെയാണ്, ഈ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ പ്രവർത്തനങ്ങളാണ് ഒരു പുരുഷനെ അവൻ്റെ തീരുമാനങ്ങളെടുക്കാൻ, അവൻ്റെ പ്രവർത്തികളൊക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന, ആ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അയാളെ സ്വാധീനിക്കും. ഒരു സ്ത്രീയിൽ തലച്ചോറിൽ നിന്ന് മാത്രമല്ല ഈ ഹോർമോൺ ഉൽപ്പാദനം നടക്കുക. അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ച് വരുന്ന മറ്റൊരു അവയവം കൊണ്ട് അവളുടെ ശരീരത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് അവളുടെ ഗർഭപാത്രം. അപ്പം ഗർഭപാത്രത്തിലുണ്ടാകുന്ന ഈ ഹോർമോൺ ചേഞ്ച് ഒരു സ്ത്രീയുടെ സ്വഭാവ പെരുമാറ്റ ശൈലികളെ നന്നായി ബാധിക്കും. അതിനുദാഹരണമാണ് ഇപ്പം മെൻസ്ട്രേഷൻ, അല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ശാരീരിക, വൈകാരിക, മാനസിക തലങ്ങളിൽ ചില ഉണ്ടാവില്ലേ? ശരീരത്തിൽ വയറിന് വേദന, കാലിനൊരു കടന്നുകയറ്റൽ, അല്ലേ? അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു വേദന. വൈകാരിക തലത്തിലോ ഒരു ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥത. ചിലരിങ്ങനെ നോക്കുക, ഈ പുള്ളിക്ക് ഇത് വല്ലതും ഉണ്ട്, ഇതങ്ങനെ ശരിയല്ലേ ഞാനീ പറഞ്ഞ, അല്ലേ? അപ്പം ഈ മാനസിക തലത്തിൽ എല്ലാ ദിവസവും ഉള്ളതുപോലെയല്ല ഇത്. ഈ സംഭവം വരുമ്പോൾ, അല്ലേ, അവർക്ക് അതിൻ്റേതായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദമ്പതി ധ്യാനത്തിന് ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ആ പ്രായത്തിലുള്ളവരല്ല. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു 45-50 വയസ്സാകുമ്പോൾ അന്നേരം ഇതിന് സംഭവിക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്. ഇത് നിൽക്കും. ഈ ഗർഭപാത്രത്തിലെ ഈ പ്രവർത്തനം നിൽക്കും. ശരീരത്തിൽ വലിയ ചേഞ്ച് വരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ശ്രദ്ധിച്ചറിയാം, ആ പ്രായമൊക്കെ ആകുമ്പോഴേക്കും ആ ചേഞ്ച് വരുമ്പോൾ ആ സ്ത്രീയിൽ ഒത്തിരി വ്യത്യാസം വരും. ചില സ്ത്രീകൾക്ക് ഭയങ്കര ചൂടായിരിക്കും ശരീരത്തിന്, വേർപ്പ് എപ്പോഴും വേർത്തുകൊണ്ടിരിക്കും. പുള്ളിക്കാരി പറയും ഫാനൊന്നും ഇടുക. അപ്പോൾ പറഞ്ഞ് കുളിർന്നിട്ട് മേലെ അന്നേരം നിനക്ക് ഫാൻ ഇടുന്നത്. അവരുടെ ശരീരത്തിനുണ്ടാകുന്നൊരു ചേഞ്ചാണിത്. 2, അവർക്ക് ആ സമയങ്ങളിൽ ചില ഒറ്റപ്പെടൽ തോന്നും. അവർക്കൊന്നും ഭർത്താവിന് സ്നേഹമില്ല, കുറ്റപ്പെടുത്തൽ തുടങ്ങും. പിന്നെ ചിലർക്ക് ആ സമയത്ത് ലൈംഗിക മേഖലകൾ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഭർത്താവ് വിചാരിക്കും വലിയ കുഴപ്പമില്ലല്ലോ, ഇവർക്ക് ഇപ്പം എന്നോട് വലിയ താല്പര്യമില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ? ഏത് വയസ്സാം കാലത്തെ 50 എത്തിയപ്പോഴാണ് പുള്ളിക്കൊരു കുഴപ്പം, അവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു ചെറിയ സംശയം.
അവരെ പറഞ്ഞൊരു കാര്യമില്ല. സ്ത്രീകളിലുണ്ടാകുന്നൊരു ചേഞ്ച് നമ്മൾ മനസ്സിലാക്കണം. ഗതികേടിന് ചില വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ അമ്മയ്ക്ക് ഒരു 10-50 വയസ്സൊക്കെ ആ പ്രായമാകുമ്പോഴായിരിക്കും ചിലപ്പം മൂത്തത് മോനാണെങ്കിൽ അവൻ കെട്ടിക്കൊണ്ട് വരുന്നത്, അല്ലേ? അമ്മയ്ക്ക് ഏകദേശം ഈ പ്രായത്തോടൊക്കെ അടുക്കുമ്പോഴാണ് മകൻ കെട്ടിക്കൊണ്ട് വരുന്നത്. മകൻ്റെ ഭാര്യ ചുറുചുറുക്കോടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പം അമ്മ നോക്കുമ്പോൾ, എടാ അമ്മായിയപ്പനായിട്ട് അവൾ നല്ല ബന്ധത്തിലാണല്ലോ. അപ്പം അമ്മയ്ക്കൊരു ചൊറിച്ചിൽ. എന്നിട്ട് മെല്ലെ അടുത്ത വീട്ടിലെ ആളെ വിളിച്ചിട്ട്, അവളെ അപ്പൻ്റെ കൂടെയാ. ഇത് പല വീട്ടിലും ഞാനൊക്കെ ആദ്യം വിചാരിച്ച് ശരിയാന്ന് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഈ സ്ത്രീക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ചില ഇറിറ്റേഷൻ നിന്നും കൊണ്ട് ഉണ്ടാകുന്ന കുറേ ചുമ്മാ അങ്ങ് തോന്നുകയാണ്. അപ്പം അതിനൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല അച്ഛൻ പറഞ്ഞത്. ശരീരത്തിലുണ്ടാകുന്ന ഇത് പുരുഷന് മനസ്സിലാക്കണം. അത് സ്നേഹവും പരിപാലനയും ഒക്കെ കൊടുത്ത് നിന്ന് കഴിയുമ്പം സുഖപ്പെടുന്നൊരു മേഖലയാണ്. പലപ്പോഴും ആ പ്രായമാകുമ്പോഴാണ് അതുവരെ ഇല്ലാത്ത വഴക്കും കൂട്ടും എല്ലാം കൂടെ ചില കുടുംബങ്ങളിൽ. 40-45 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെയാണ് മെനോഫോസ്. ഇപ്പം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇത്ര ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ശരീരത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് സ്ത്രീക്കും പുരുഷനും ഉണ്ട്. 2, സ്ത്രീകളും പുരുഷന്മാരും ചിന്താരീതി തന്നെ ഒത്തിരി വ്യത്യാസമാണ്. ഒരു സ്ത്രീ ഒരു വിഷയത്തിന് കൊടുക്കുന്ന അത്രയും ഗൗരവം ഒരു പുരുഷൻ കൊടുക്കൂല. അപ്പോൾ സ്ത്രീകൾ വിചാരിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്ന പോലെ ഇയാൾ ചിന്തിക്കാത്തത്? നീ സ്ത്രീയാണ്, അത് പുരുഷനാണ്. സംസാരം, കാഴ്ച, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഒരു പുരുഷൻ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പുരുഷൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവൻ്റെ ഒരു ഇടുങ്ങിയ കാഴ്ച ദീർഘവീക്ഷണമാണ്. അവൻ ഒത്തിരി ദൂരം ചിലപ്പോൾ കാണും, അടുത്തുള്ളതൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. ആ ദീർഘവീക്ഷണം ഇങ്ങനെയാണ്. ഒരു സ്ത്രീ എങ്ങനെയാണെന്നറിയോ? കുറച്ചും കൂടെ വ്യാപൃതമായിട്ടാണ് കാണുക. എല്ലാം കാണും. അതുകൊണ്ടാണ് നമുക്ക് ഉദാഹരണമുണ്ട്. വീട്ടിൽ ഭർത്താവ് എവിടെയെങ്കിലും പോവുകയാണ്. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യും? എടി എൻ്റെ ബെൽറ്റ് എവിടെയാടി, എൻ്റെ ചെരുപ്പ് എവിടെയാടി, കാറിൻ്റെ താക്കോൽ എവിടെയാടി? ഈ പുള്ളി എന്നെ ആയിരിക്കും കൊണ്ടുവച്ചേക്കണേ. അപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചു പറയും, അത് അലമാരിയിൽ ഇരിപ്പുണ്ട്. പുള്ളി അലമാരിയിൽ നിന്ന് മൊത്തം നോക്കും. ഞാൻ ഇവിടെയും കണ്ടില്ല. ഇത് ഈ വീട്ടിലൊരു സാധനം വെച്ചാൽ കാണില്ല, ആകെ ബഹളം. അപ്പോൾ ഭാര്യ അടുക്കളയിൽ നിന്ന് വരും. ഈ ഇരിക്കണ കണ്ണ് കാണുകയില്ല മനുഷ്യ. നമ്മുടെ വീട്ടിലുണ്ടാവാറില്ല ഇങ്ങനത്തെ സംഭവം. ഇത് സ്വാഭാവികമായൊരു കാര്യമാണ്. അപ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിനൊന്ന് സഹായിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ വീട്ടിലുള്ളൊരു വിഷയമാണ്. കാഴ്ച, സംസാരം. ഇപ്പം ഭർത്താവിനോടൊരു കാര്യം ചോദിച്ചു. ഭർത്താവിന് അത് പറയാൻ നല്ല മൂടുള്ള സമയത്ത് അയാൾ പറയുള്ളൂ. അയാൾ പറയുകയാണെങ്കിൽ തന്നെ എങ്ങനെ പറയുക? ഒരു പുരുഷനോടൊരു കാര്യം ചോദിച്ചാൽ അവൻ ആ കാര്യം പറയാൻ ചിലപ്പോൾ ഒരു 100 വാക്ക് ഉപയോഗിക്കുന്നു വിചാരിക്കുക. അതേ കാര്യം ഒരു സ്ത്രീ പറഞ്ഞാൽ ഒരു 10,000 വാക്ക് വേണം, വേണ്ടേ? അവരങ്ങ് വിസ്തരിച്ച് പറയും. ഇപ്പം നിങ്ങളോട് ചോദിക്കുക, എങ്ങനെ തൂത്തൂട്ടിക്ക് വന്നത്? ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ പറയും, അത് നേരെ കോട്ടയത്ത് വന്ന്, കോട്ടയത്ത് നിന്ന് ഇവിടേക്ക് ഒരു ബസ് കയറി, ആ ബസ്സിൽ കയറി അടുത്ത ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ വന്നു. അത് തന്നെ ധ്യാനത്തിന് വന്നു. ഒരു ചേച്ചിയോട് ചോദിച്ചു, എങ്ങനെ ധ്യാനത്തിന് ഇത്? അതോ ചൊവ്വാഴ്ച രാവിലെ പോകണോ അതോ തിങ്കളാഴ്ച രാവിലെ പോകണോ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഏലിയാമ്മ വരാമെന്ന് പറഞ്ഞ് ഏലിയാമ്മ വന്നപ്പം ശോശാമ്മ വന്നില്ല. ശോശാമ്മ ഏലിയാമ്മ വന്നപ്പോൾ സാരിയുടെ കളർ മാറി. ഇതെല്ലാം പറഞ്ഞു ഇവിടെ ധ്യാനം തീരും. നമ്മളങ്ങനെ ഒന്ന് വിസ്തരിച്ചൊക്കെ ഒന്ന് അങ്ങനെയാണ് സ്ത്രീക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചില പുരുഷന്മാർ പറയുന്നത്, നീ പറയുകയാണെന്ന് പറഞ്ഞു തീർക്കണ്ടാവും. ചില വീട്ടിൽ കേട്ടിട്ടില്ലേ, പറയുകയാണെങ്കിൽ കാര്യം പറയണേ പറഞ്ഞു തീർക്കുക. ചിലർ ചിരിക്കുക. നമ്മുടെ വീട്ടിലത്തെ പരിപാടി തന്നെ. നിങ്ങളുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഒരു 99% വീട്ടിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, ഈ ഭാര്യ പറയില്ല. ഞാൻ പറയണ ഇയാൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെയുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറിൻ്റെ 2 സൈഡ് ഇങ്ങനെ കിടക്കുകയാണ്, ഇടതുവശം വലതുവശം. ഇനി ഇങ്ങനെയാണ് പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കൊച്ചുങ്ങളുണ്ടായി കഴിയുമ്പോഴേ ഈ തലച്ചോറ് ഇടത്തും വലത്തൊക്കെ വളരെ ഇതാണ്. പക്ഷെ പുരുഷൻ്റെ തലച്ചോറ് ഒരു കുഴപ്പം വരും. അവൻ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ഞരമ്പുകൾ ഇങ്ങനെ കണഞ്ഞു പണഞ്ഞ് കിടക്കുന്നുണ്ട്. കോർപ്പസ് കോളസ് എന്ന് തന്നെ പറയുക. ഒരു ആൺകുട്ടിയാണ് വളർന്നു വരുന്നതെങ്കിൽ ഈ ടണൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇതങ്ങ് വികസിക്കത്തില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തലച്ചോറിൻ്റെ ഒരു സൈഡ് ആക്റ്റീവ് ആകുമ്പോൾ മറു സൈഡ് ആക്റ്റീവ് അല്ല. കൂടുതൽ ഇടതുവശമാണ് പുരുഷന്മാർക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുക. 2 സൈഡ് ഒരേപോലെ പുരുഷന്മാർക്ക് വർക്ക് ചെയ്യില്ല. ഒരു സ്ത്രീക്ക് 2 സൈഡ് ഒരേപോലെ വർക്ക് ചെയ്യും. അതുകൊണ്ട് എന്താ പ്രത്യേകത എന്നറിയോ? ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. 2-3 കാര്യങ്ങൾ ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ടെൻഷനാവും. എല്ലാ പുരുഷന്മാരും പ്രത്യേകതയാണ്. 2-3 കാര്യങ്ങൾ ചടപടാന്ന് പറഞ്ഞു നോക്കി പുള്ളിക്ക് ഒരു സ്റ്റേഷനും കിട്ടത്തില്ല. ഫോൺ വരുമ്പം ഇവിടുത്തെ പുരുഷന്മാരെ ശ്രദ്ധിച്ച് എല്ലാവരും കൂടി TV കണ്ടുകൊണ്ടിരിക്കുക. ഫോൺ വന്നു, പുള്ളി വേഗം എന്താ പറയുക, ഓഫാക്കി. പുള്ളി ഇതിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ അതിൽ നിന്ന് വിടണം, അല്ലേ? ശരി, നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചു വിളിച്ച് അമ്മയെ ഫോൺ എടുത്തത്. അമ്മ എന്ത് ചെയ്യും? ആ സീരിയൽ മുഴുവൻ കാണും. പാരിജാതത്തിൻ്റെ കഥ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുകയും ചെയ്യും.
അതെല്ലാം ഒരു വള്ളി പുള്ളി വിടാതെ വിടുകയും ചെയ്യും. കണ്ടുകൊണ്ട് അങ്ങോട്ട് മാറി ആ മോളെ കീളെന്ന് പറഞ്ഞ് പറയുകയും ചെയ്യും. അവരെ കൊണ്ട് പറ്റും പല കാര്യങ്ങൾ. ശരിയാണോ? ഒരു പുരുഷന് കഴിയില്ല. ഞാനെന്തിനത് പറഞ്ഞെന്നറിയോ? നിങ്ങൾ കുടുംബത്തിൽ സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കരുത്. എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ച പോലെ ചിന്തിക്കാത്തത്? നിങ്ങൾ ചിന്തിച്ച പോലെ ചിന്തിക്കാൻ അതിന് പറ്റില്ല. ദൈവം അതിനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പുരുഷൻ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാനേ പറ്റുള്ളൂ. ഒരു സ്ത്രീക്ക് ഒത്തിരി കാര്യം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും അല്ലേ? വീട്ടിൽ പുരുഷനെ അടുക്കളയിലേക്ക് കയറ്റി വിടുക, അവനെന്താ ചെയ്യുക? ഒരു കാര്യം അടുത്തത് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലേ? അവൻ ഇറച്ചിക്കറി വെച്ചു, അത് കഴിയുമ്പോൾ മീൻകറി വെച്ചു, പിന്നെ കാളം വെച്ചു, പിന്നെ പാത്രം കഴുകി, പിള്ളേരട്ടി പതുക്കെ ചെയ്യുള്ളൂ പുള്ളി. ഒരു ചേച്ചീനോടങ്ങ് പറഞ്ഞാലോ, ചേച്ചി അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറി അല്ലേ, ഇറച്ചിക്കറിയാണേലും മീൻകറിയാണേലും അതും ഇതും എല്ലാം കൂടെ ഒരു മണാകുണാന്നിരിക്കും. എങ്കിലും ഒറ്റ ടൈമിൽ തന്നെ അല്ലേ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഒരു പ്രൈവറ്റ് ഓഫീസിൽ പോകുന്ന ആളാണ്. 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 5:30 അടുക്കള സ്റ്റാർട്ടാവും. 8 മണിയാകുമ്പോഴേക്കും അടുക്കള കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ പശുവിൻ്റെ ചാണകം പഠിക്കാനുണ്ടാവും, പുല്ലെടുത്തിട്ട് കൊടുക്കാനുണ്ടാവും, പിള്ളേരുടെ തുണി അലക്കണം, തേക്കാനുള്ളത് തേക്കണം, പുള്ളിക്കാരത്തിൻ്റെ തേക്കണം, എന്തെല്ലാം പരിപാടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് 8:15 ബസ്സിന് കയറി ഓഫീസിൽ പോവുകയും ചെയ്യും. നമ്മൾ ആ സമയത്ത് ആകെ ചെയ്തതിൻ്റെ പരിപാടി എന്താണെന്നറിയോ? വേദോത്സവ വായനയും കഴിഞ്ഞ് പേപ്പർ വായനയും കഴിഞ്ഞ് പല്ല് പോലും ചിലപ്പോൾ തേച്ചിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് അവർ ഓഫീസിൽ പോകാനായിട്ടുണ്ടാവും. ഒരു ദിവസം എന്നോട് പറയാമെന്ന് വിചാരിക്കുക, ഒരു കാര്യം ചെയ്യുക, എല്ലാ ദിവസവും ഞാനല്ലേ ചെയ്യണം, അച്ഛനൊരു ദിവസം അങ്ങ് ചെയ്യും. പുള്ളിക്കാരത്തി പേപ്പറും വായിച്ച് പല്ല് തേക്കാണ്ടിരുന്നാൽ പിള്ളേർ വൈകുന്നേരം 8:15 ബസ്സിന് സ്കൂളിൽ പോവും. പറ്റിയല്ല അത്. ഞാനെന്താ പറഞ്ഞതെന്നറിയോ? പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് തിരിച്ചറിയാതെ എന്നെപ്പോലെ ചിന്തിച്ചില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. 1, പുരുഷനും സ്ത്രീയും തമ്മിൽ ഇങ്ങനെ വലിയ വ്യത്യാസമുള്ളതുകൊണ്ട് അടിസ്ഥാനപരമായ പല കുടുംബങ്ങളിലും വഴക്കുണ്ടാകുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിലൊരു വിഷയം നമ്മുടെ ഈ ദമ്പതി ധ്യാനത്തിന് കൂടിയ വീടുകളിൽ ഉണ്ടാകരുത്. 1, ഒരു പുരുഷന് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ ടെൻഷൻ അയാളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുരുഷൻ്റെ മനസ്സിനകത്തേക്ക് ഒരു സംഘർഷം ഉണ്ടായെന്ന് വിചാരിക്കുക, ഒരു ദേഷ്യം, കോപം, അല്ലെങ്കിൽ ഒരു വിഷമം, ഒരു പ്രയാസം, ഒരു സങ്കടം അവന് വന്നു. പുള്ളി മൊത്തം അങ്ങ് തളരും. പുരുഷൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. പുള്ളി മൊത്തം, പിന്നെ പുള്ളിക്ക് അങ്ങോട്ട് എനർജി വരാൻ ഇച്ചിരി സമയം വേണം. ഇച്ചിരി ടെൻസ്ഡായിട്ട് അവിടെ അങ്ങ് ഇരിക്കും. 2 നിർഗതാശ്വാസമൊക്കെ വിട്ട് പിന്നെ പുള്ളി എങ്ങനെ ശരിയാവണമെന്നറിയോ? പുള്ളി ശരിയാവുന്ന ഒരൊറ്റ പരിപാടിയുള്ളൂ. ഒരു കുറച്ച് നേരം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും 1-2 കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുള്ളി ഫ്രീ ആയി. കടയിൽ ഓഫീസാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇച്ചിരി നേരം മറ്റൊരു കാര്യത്തിൽ ഇച്ചിരി നേരം ഇടപെട്ട് കഴിയുമ്പോഴേക്കും പുള്ളി അങ്ങ് ഫ്രീ ആയി. പിന്നെ ആ സംഘർഷമൊക്കെ കുറഞ്ഞു. പിന്നെ അവിടെയൊക്കെ ഒരു സംഭവമൊക്കെ ഒരു ശാന്തമായി. പുള്ളി വളരെ കൂളാവും. ആ ദേഷ്യമൊക്കെ ചിലപ്പോൾ 2-3 ദിവസം നിന്നെന്ന് വരാം, എങ്കിലും പുള്ളി കൂളായി. അപ്പോൾ സ്ത്രീ എന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവ് ഇച്ചിരി ടെൻഷൻ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റജിയച്ചൻ പറഞ്ഞത് ഓർമ്മ വന്നോളണം. ആ പുള്ളിയുടെ തലച്ചോറിൻ്റെ ഒരു സൈഡാണ് കൂടുതൽ ആക്റ്റീവ്, മറ്റേ സൈഡൊക്കെ ആയി വരുമ്പോൾ സമയം പിടിക്കും. പുള്ളി ഇച്ചിരി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്കൊന്ന് ഇടപെട്ടിട്ട് വരട്ടെ, അപ്പോഴത്തേക്കും ശാന്താവും. പക്ഷെ നമ്മുടെ സ്ത്രീകൾക്കൊരു ഗുണമുണ്ട്, മറ്റ് പ്രവൃത്തികളൊന്നും ചെയ്യാൻ അവർ അനുവദിക്കില്ല. അതിന് വരെ അവർ വേറൊരു പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കും. നിങ്ങളെന്താ അങ്ങനെ നോക്കണേ? എടി എനിക്ക് ഏലിയാമ്മ എനിക്ക് ദേഷ്യം പിടിച്ചിരിക്കണം, നീ ഒന്ന് മിണ്ടായിരിക്കണം. നിങ്ങൾക്കൊന്ന് ദേഷ്യം പിടിക്കാനിരിക്കണം, ഒരൊറ്റ ചവിട്ടുമോ? നിങ്ങൾ ഒന്ന് ചവിട്ടിക്ക്, മിണ്ടാണ്ടിരുന്നാൽ മതി. നിങ്ങൾ ആണാണെങ്കിൽ ഒന്ന് ചവിട്ടി, ഒരൊറ്റ ചവിട്ട് ദേ കിടക്കണം ഉരുണ്ട് പടച്ച്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ട് ധൈര്യം ഉണ്ട് ഒന്നോടെ ചവിട്ടിക്ക്, ദുഷ്ടാ നിങ്ങൾ ചവിട്ടിയല്ലേ, ഊടുപാട്. ഒരു 5-6 ചവിട്ടും കുത്തുമൊക്കെ കഴിയുമ്പോഴാണ് പുള്ളിക്ക് ബോധം വരിക, ഞാൻ എന്നെ കാണിച്ചേ. പുള്ളി ശാന്തമായി. എന്തിനാ വെറുതെ ചവിട്ട് കൊള്ളുന്നത്? പുള്ളി കുറച്ച് നേരം അതിൽ ഇറങ്ങി നടക്കട്ടെ, മിണ്ടാതിരിക്കുക. അതുകൊണ്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, കള്ളുകൂടി നിർത്താൻ, ഭർത്താവിൻ്റെ കള്ളുകൂടി നിർത്താൻ ഭാര്യയ്ക്കൊരു മരുന്ന്. ഭർത്താവിനാണ് കൂടി, മരുന്ന് ഭാര്യയ്ക്ക് കൊടുത്തത്. എന്താണെന്നറിയോ? 1 ഗ്ലാസ് വെള്ളം വായിക്കൊള്ളുക, 6 മണിക്കൂർ കഴിഞ്ഞ് തുപ്പാവുള്ളൂ, വായിൽ വെച്ചുകൊണ്ടിരിക്കണം. വേറെ ഒന്നല്ല, മിണ്ടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബത്തിൽ അവരൊന്ന് ശാന്തമാകട്ടെ. ബൈ അനദർ ആക്ഷൻ, മറ്റൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ മനുഷ്യനങ്ങ് ശാന്തമായിക്കൊള്ളും. പുരുഷന്മാരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, 99%. അപ്പോൾ നമ്മൾ വിചാരിക്കുക, അച്ഛാ എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല കേട്ടോ, ഇത് സ്പെഷ്യൽ സാധനമാണ്, എത്ര ദിവസം കഴിഞ്ഞാലും മാറില്ല. മാറാത്തതിൻ്റെ കാരണം നമ്മൾ ഈ മുഖം വീർപ്പിച്ചിരിക്കില്ലേ, അത് കാണുമ്പോൾ പുള്ളിക്ക് പിന്നെ ഇതാവും. ഈ വീർത്ത മുഖമായിട്ടുള്ള ഇരിപ്പുണ്ടല്ലോ, അത് ആദ്യം മാറ്റുക, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കൊള്ളും. ഒരു സ്ത്രീ ഇതിനെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും പാട്. പുരുഷനെ എങ്ങനെയും കൈകാര്യം ചെയ്യും, ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അവരുടെ തലച്ചോറിന് 2 സൈഡ് ആക്റ്റീവാണ്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ? ഇപ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടായെന്ന് വിചാരിക്കുക, ഭർത്താവാണ് സങ്കടം ഉണ്ടാക്കിയതെന്ന് കിട്ടുക. ഭർത്താവിനെ കാണുമ്പോൾ ഇറച്ചി പിടിച്ചിങ്ങനെ ഇരിക്കും. ഭർത്താവ് ഓഫീസിലേക്ക് പോയി, എന്താ സംഭവിക്കുക? പുള്ളിക്കാരത്തി വളരെ കൂളായി.
ഈ പുള്ളിക്കാരത്തിയാണോ വഴക്കുണ്ടാക്കിയെന്ന് പോലും അറിയാൻ മേല. വളരെ കൂളായി വീട് അടിക്കുന്നു, തുടയ്ക്കുന്നു, എല്ലാ കാര്യങ്ങളും. ഭർത്താവ് അവിടെ ഇല്ലല്ലോ, വളരെ ശുഭമായി. വൈകുന്നേരം ഭർത്താവ് വന്നു, പഴയ സാധനം പിന്നെയും വന്നു. ഇത്രയും നേരം ഇല്ലായിരുന്നു. പുള്ളിയെ കണ്ടു, മുഖം പൊറിപ്പിക്കലായി. കണ്ടോ? അത് അവരെയും പറഞ്ഞിട്ടല്ല, ഇങ്ങനെയാണ് അവരുടെ പ്രവർത്തനം. നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കല്യാണം കഴിച്ചൊരു അച്ഛനാണേ. ഭർത്താവ് പോയി, ഓക്കെ, വന്നു, ദേ തുടങ്ങി. ഈ സൈഡിൽ കിടക്കണം. അപ്പം ഇതെങ്ങനെ പോവും? ഈ സ്ത്രീകൾ ഇങ്ങനെ, അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾ ഒരിക്കലും മറക്കില്ല, പൊറുക്കും, മറക്കൂല. ഓർമ്മ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, പിന്നെ ഇങ്ങനെ ക്ഷമിച്ചതുപോലെ കാണിക്കും. പുരുഷനോ ഒരിക്കലും പൊറുക്കൂല, ദൈവാധീനത്തിന് പെട്ടെന്ന് മറന്നു പോവും. അങ്ങനെ ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക്. പുരുഷൻ പെട്ടെന്ന് മറക്കും, പൊറുക്കൂല. സ്ത്രീ ഒരിക്കലും മറക്കില്ല. അങ്ങനെ തന്നെയാണ് അവരുടെ പ്രത്യേകത. ഭർത്താവും ഭാര്യയും കൂടെ വഴക്കുണ്ടായിരുന്നു കൂട്ടുക. ഭർത്താവ് വഴക്ക് കൂടിയിട്ട് ഓഫീസിൽ പോയി. പുള്ളിക്ക് ഓഫീസിൽ ചെന്നപ്പോൾ തോന്നിയേ വേണ്ടായിരുന്നു, ആകെ പ്രശ്നമായി. അവളെന്നെ എന്ത് ചെയ്യുമോ ദൈവമേ, വല്ല വിഷം എടുത്ത് കുടിക്കുമോ, ആകെ ടെൻഷനാണ് പുള്ളിക്ക്, വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് ഒരു ഫോൺ വീട്ടിൽ നിന്ന് പേടിച്ചെന്ന് എടുത്തു. അപ്പോൾ അപ്പുറത്തുനിന്ന് മധുര സ്വരം, ഇച്ചായ ഇച്ചായനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരുമോ? എന്തേ? എൻ്റെ പപ്പായും മമ്മിയും ഒക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്ക് മനസ്സിൽ ലഡു പൊട്ടി. അവർ വന്നോണ്ടല്ല, വീട്ടിൽ നിന്ന് വൈകുന്നേരം ഉണ്ടാകുന്നൊരു യുദ്ധം തീർന്നല്ലോ, വലിയ സന്തോഷം. പുള്ളി ഉച്ചയ്ക്ക് ഇവിടെ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവളുടെ വിളമ്പൽ സ്നേഹമൊക്കെ കാണണം. അപ്പനമ്മ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടേ ഭയങ്കര സ്നേഹം. വലിയ വഴക്കൂടി രാവിലെ പോയത്, ഉച്ചയ്ക്ക് ഭയങ്കര സ്നേഹം ഇതൊക്കെ ആയിട്ട്. പുള്ളിയുടെ മനസ്സ് ആശ്വസിച്ചു. പുള്ളി പറഞ്ഞു, ചക്കരയെ മുത്തേ, അടുക്കളയിൽ ചെന്നപ്പോൾ ഒരു ഉമ്മയും കൂടെ കൊടുത്തു. ചക്കരയെ മുത്തേ ആരോടും പറയേണ്ട കേട്ടോ, ഞാൻ ഓഫീസിൽ പോയി നേരത്തെ പണി കഴിഞ്ഞിട്ട് ഓടി വരാം. 5 മണിക്ക് ഓഫീസ് വിടുന്നു, 4:45 തന്നെ ഓഫീസിൽ നിന്ന് പഞ്ച് ചെയ്തിട്ട് പോന്നു. ലീവ് ആയാലും വേണ്ടില്ല. വീട്ടിലെ സന്തോഷം. ഭാര്യ വളരെ കൂളായിട്ടിരിക്കുകയാണല്ലോ. വീട്ടിൽ വന്നപ്പോൾ മനസ്സിലായി ഭാര്യയുടെ വീട്ടുകാരൊക്കെ പോയി. ഭാര്യയുടെ മുഖത്ത് ചെറിയൊരു വാട്ടം കാണുന്നുണ്ട്. എങ്കിലും പുള്ളിക്ക് മനസ്സിലായി ഉച്ചയ്ക്കെല്ലാം സബൂറായതാണല്ലോ, വലിയ കുഴപ്പമൊന്നും ഇല്ല. ചെറിയ വിഷമമുള്ളൂ, അത് വൈകുന്നേരം ശരിയാക്കാനേ ഉള്ളൂ. അത്താഴമൊക്കെ കഴിഞ്ഞു. പതിവിന് വിപരീതമായി ഭാര്യ ആദ്യം മുറി പോയി. പുള്ളിയും വിചാരിച്ചു അവളാദ്യം പൊക്കോട്ടെ. പുള്ളി എന്നിട്ട് അവളെ രാവിലെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. പുള്ളിയെ പാത്രമൊക്കെ കഴുകി വെച്ച് സമാധാനത്തോടെ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കുടിച്ച് ചെന്നപ്പോൾ ദേ തിലോത്തമ്മ കിടക്കുകയാണ്, ശാന്തമായി കിടക്കുകയാണ്. പുള്ളിയും വിചാരിച്ചു രാവിലത്തെ വഴക്കിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു, പാവം അപ്പനും അമ്മയ്ക്ക് ഒന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിഷമിച്ച് കിടക്കുകയാണല്ലോ. പുള്ളി ചെന്നു സ്നേഹത്തോടെ അടുത്ത് പോയി അവളറിയാതെ കിടന്നു. എന്നിട്ട് വലിയ ആദരവോടെ അവളുടെ ശരീരത്തിൻ്റെ തോൾഭാഗത്ത് പതുക്കെ ഇങ്ങനെയൊന്ന് തലോടാൻ വേണ്ടി കൈവച്ചു. തൊടരുതെന്ന് ഒറ്റ ചാട്ടാണ്. എന്തിനങ്ങനെ ചാടിയത്? ഈ ഞെട്ടൽ പലരും ഞെട്ടിയിട്ടുണ്ടേ. നമ്മുടെ വീട്ടിൽ ഈ ഞെട്ടൽ ഞെട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാ പറയാ? തൊടരുത്, എൻ്റെ ശരീരത്തിൽ തൊട്ട് വരുന്നത്, നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യത്തിന് തന്നെ മതി, മറ്റവൻ മറിച്ചവൻ ഊടുപാട് ബഹളം. അപ്പം നമ്മൾ ചിന്തിക്കും ഇതെന്ത് ഭ്രാന്താണപ്പാ. ഈ പുള്ളിക്കാരിയല്ലേ ഉച്ചയ്ക്ക് നമ്മളോട് ഇത്രയും കൂളായിട്ട് അല്ലേ? എന്തൊരു സൗമ്യമായിട്ടാണ് നമ്മളോട് ഇടപെട്ടത്, എത്ര സ്നേഹത്തോടെയാണ് ഇടപെട്ടത്. ഇപ്പം എന്താ പറ്റിയത്? അവളുടെ ഉള്ളിൽ ആ രാവിലത്തെ സാധനം അതുപോലെ കിടക്കുകയാണ്, അത് പോയിട്ടില്ല. അപ്പം അതെങ്ങനെ പോവും? അത് പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്തെന്നറിയോ? അവൾക്ക് പറയണത്. മറ്റൊരു പ്രവൃത്തി ചെയ്യുമ്പോഴേക്ക് ഈ പുരുഷൻ ഫ്രീ ആയി. സ്ത്രീക്ക് പോകണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, പുരുഷന്മാർ മനസ്സിലാക്കണം, അവർക്ക് പറയണം, പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഭർത്താവ് സമ്മതിക്കണം. ഇപ്പോൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞല്ലോ പറയണമെന്ന്, എന്നാൽ റെഡി, തുടങ്ങിക്കോ, കേട്ടേക്കാം. അങ്ങനെ ഇരുന്ന ഒരു ഭാര്യയും പറയില്ല. ഭാര്യയ്ക്ക് പറയണമെങ്കിൽ അവൾക്ക് വിശ്വാസവും സ്നേഹവും ആദ്യം ഉണ്ടാവണം. എൻ്റെ ഭർത്താവിനോട് ഇത് പറഞ്ഞാൽ അയാളത് കേൾക്കും, കേട്ട് കഴിഞ്ഞാൽ എന്നെ ആശ്വസിപ്പിക്കും, എന്നെ പരിഹസിക്കില്ല, കളിയാക്കില്ല, ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ അവൾ പറയും. പല ഭർത്താക്കന്മാർ ഇത് കേൾക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഭാര്യ അത് അവിടെ അടക്കി വെക്കും. പിറ്റേ ദിവസം ഉണ്ടാവും, അത് അടക്കി വെക്കും. പിറ്റേ ദിവസം ഉണ്ടാവും, അതങ്ങനെ അടക്കി വെക്കും. അങ്ങനെ കുറേ ഫീലിങ്സ് സപ്രസ് ചെയ്യും. അടിച്ചമർത്തി ഭാര്യയുടെ ഉള്ളിലിരിക്കും. അങ്ങനെ സപ്രസ്ഡ് ഫീലിങ്സ് കുറേ അടിച്ചമർത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഒരു സാധനം ഞെക്കി വെച്ച് എന്ത് സംഭവിക്കും? അതാണ് പരസ്യ കമ്പനിക്കാർ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ അവൾക്ക് പ്രഷർ കുക്കർ വാങ്ങിക്കൊടുക്കാനേ. പ്രഷർ കുക്കറിന് ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, ചൂടായാൽ ചീറ്റും. ഇത് തന്നെ ഭാര്യയും.
പുള്ളിക്കാരത്തി കുറേ നല്ല ഇനി ചൂടായി കഴിഞ്ഞാൽ ഒറ്റ ചീറ്റില്ല. അപ്പം നമ്മൾ പറയും, ഭാര്യമാർ തന്നെ അറിയാം, എന്താ ഭയങ്കര ദേഷ്യമാണച്ചാ. ചില ഭർത്താക്കന്മാർ അവൾക്ക് ഭയങ്കര കലിപ്പാണച്ചാ. എന്താ കാരണം? കെട്ടിക്കിടക്കുകയാണ്. അത് പറയണം. പറഞ്ഞു തീർന്ന ഭാര്യയുടെ വിഷയം തീർന്നു. ഭർത്താവ് പറയുന്നില്ലെന്നുള്ളതിൻ്റെ പരാതി പെട്ടെന്ന് അച്ഛന്മാർക്ക് മനസ്സിലാകും. എന്താണെന്നറിയോ? ഇവരൊന്നും പറയും, എൻ്റെ അച്ഛ എന്നോടൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലെന്നാണ്. അവരെ കേട്ടാൽ മതി, വിഷയം തീർന്നു. എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കില്ലാത്തത്? ചില ഭർത്താക്കന്മാർ ഇപ്പം മനസ്സിൽ വിചാരിക്കും, അച്ഛാ കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവളുടെ വായിന്ന് പറഞ്ഞാൽ എന്തോരം നേരം അച്ഛാ കേട്ടോണ്ടിരിക്കണേ. എന്താ കേൾക്കാത്തതിൻ്റെ കാരണം എന്നറിയോ? സ്ത്രീകളെ മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്നത് ഭർത്താവ് കേൾക്കാത്തത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേൾക്കാത്തതെന്ന്. അല്ല, അയാൾ കേൾക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ പറയുന്ന അയാൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ പറയുന്നതിൻ്റെ അമ്പും തുമ്പും ഇല്ല. നിങ്ങളുടെ മനസ്സിൽ വന്ന എല്ലാ വേദനകളും ഇങ്ങനെ ചുമ്മാ വെള്ളം അഴിച്ചു വിട്ടോലും ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ പുള്ളി എന്താ വിചാരിക്കുകയെന്നറിയോ? ദൈവം ഇതിനൊക്കെ ഞാൻ എന്നാ ഉത്തരം കൊടുക്കും അല്ലേ? ഇവളീ പറയുന്നതൊക്കെ കുറേ സംഭവിച്ചത്, കുറേ സംഭവിക്കാത്തത്. ഇത് ഇവളുടെ രീതിയിൽ വ്യാഖ്യാനിച്ച് എന്നോട് ഇങ്ങനെ കുറ്റപ്പെടുത്തി എപ്പോഴും പറഞ്ഞാൽ ഞാൻ ഇതിനെന്ത് ഉത്തരം കൊടുക്കും? അതുകൊണ്ട് നമ്മളൊരു കാര്യം പറയും, മിണ്ടാണ്ട് കിടക്കട്ടോടെ ചവിട്ടി കൂട്ടി ഞാൻ ശരിയാക്കും. അതോടുകൂടി പിന്നെ ഉള്ളതും കൂടെ സപ്രസ് ചെയ്ത് വെക്കും. കേൾക്കണം. കേൾക്കാത്തതിൻ്റെ കാരണം ഇതാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവക്ക് എന്ത് ഉത്തരം കൊടുക്കുമെന്ന് അറിയാതെയല്ലേ നമ്മൾ വിഷമിക്കണേ. നിങ്ങൾ പേടിക്കണ്ട. അവളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവളെന്താ പറയുന്നറിയോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? സാരമില്ല, നമുക്കൊന്നിച്ച് കിടക്കാം. വിഷയം തീർന്ന്. നമ്മളൊരു ഉത്തരവും പറയണ്ട. അവരങ്ങ് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി. പിന്നെ അവർ കാര്യം നോക്കിക്കോളും. പിന്നെ അവർ കരയാൻ തുടങ്ങും, സോറി പറയാൻ തുടങ്ങും, ഇതൊക്കെ ചെയ്തോളും. കേട്ടാൽ മതി. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഭാര്യയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടില്ലെങ്കിൽ 2 കുട്ടികളുടെ അമ്മ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് 50 മധ്യവയസ്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുക. എന്താ കഥയല്ല ഇത്? ജീവിതം സാക്ഷി. എന്നിട്ട് വന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. സഹോദരി, നിൻ്റെ പങ്കാളിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് പറഞ്ഞില്ലേ ഈ ദമ്പതി ധ്യാനം ശരിയാവില്ല. മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ട, 5 മിനിറ്റ് കൊണ്ട് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്, കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കിടപ്പുമുറി. അവിടെ പങ്കുവെക്കുന്നതുണ്ട് ബലിയാകുന്ന 2 ശരീരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഞാൻ അതിനെ ഇങ്ങനെയാണ് പറയുന്നത്, വിശുദ്ധ ലൈംഗികത. എന്തുവാ പറഞ്ഞേ? അയ്യേ, എന്ത് വൃത്തികേട ഇയാൾ പറയാൻ തുടങ്ങുന്നത്. ഇനി ഇത് വൃത്തികേടല്ല, വളരെ വളരെ വിശുദ്ധിയുള്ളൊരു സംഭവമാണ്. മണവറ വിശുദ്ധമായിരിക്കട്ടെ. ലൈംഗികത പങ്കുവെക്കേണ്ടതാണ്. പല കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ തമ്മിലുള്ള ശാരീരിക ദാമ്പത്യ ധർമ്മം അത് 2-2.5 വർഷമായിട്ട് അതൊന്നും ഇല്ല അച്ഛാ. അതെന്താ ഇല്ലാത്ത? അവൾക്ക് താല്പര്യമില്ല, അയക്ക് താല്പര്യമില്ല, വർഷങ്ങളായിട്ട് അതില്ല. അങ്ങനെയുള്ള കുടുംബ പ്രശ്നമുള്ള മിക്ക വീടുകളിൽ ഇതൊരു വലിയ വിഷയമാണ്. പ്രധാന കാരണക്കാർ സ്ത്രീകളാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ശരീരത്തിൽ ഇങ്ങനെയൊരു ആവശ്യമുണ്ട്. മനസ്സിലായോ? അതിന് പ്രായം പോലും ഘടകമല്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ശരീരത്തിന് ദൈവം ഇങ്ങനെയൊരു ആവശ്യം കൊടുത്തിട്ടുണ്ട്. അത് പങ്കുവെക്കാനാണ് ദൈവം നിങ്ങളെയും കൊടുത്തിരിക്കുന്നത്. നേരം ചില വീട്ടിൽ 144. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ശക്തമായിട്ട് ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അവകാശം. ലൈംഗികത അത് പങ്കുവെക്കേണ്ടതാണ്. മക്കളുണ്ടായി, ഇനി വേണ്ട, അല്ലെങ്കിൽ ആരെയും കാണും, ഇനി ശരിയാവത്തില്ല, നിങ്ങൾ ശരിയല്ല, വെറുപ്പ് തോന്നി മാറ്റാനുള്ളതല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദൈവം തന്ന വലിയൊരു ദാനമാണ് ലൈംഗികത. ചിലർക്ക് സ്വന്തം ഭാര്യയെ കാണുമ്പോൾ ഒരു താല്പര്യമില്ല, എന്നിട്ട് ചുമ്മാ മൊബൈൽ ഫോണും എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കാണ്. കണ്ട മ്ലേച്ഛ സ്ത്രീകൾ കാണിക്കുന്ന അഭിനയം കണ്ടുകൊണ്ട് കൊള്ളാലോ, കണ്ട് ഭാര്യ ഇത് കണ്ടോടി. അങ്ങനെ തകരാനുള്ളതല്ല കുടുംബജീവിതം. ശരീരം പങ്കുവെക്കുന്നത് മനസ്സ് പങ്കുവച്ചിട്ടാണ്. വെറുതെ ശരീരം പങ്കുവച്ചാൽ അത് വ്യഭിചാരമായി പോകും, മനസ്സും ശരീരവും. അപ്പം നിങ്ങളങ്ങനെ ഓർക്കുക, ഞാനിതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
സ്നേഹമായ സംസാരവും മൃദുലമായ സ്പർശനവും. അത് വല്യപ്പനാണെങ്കിലും വല്യമ്മയാണെങ്കിലും ചെറുപ്പക്കാരനാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും സ്നേഹമുള്ള സംസാരവും മൃദുലമായ സ്പർശനവും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം ഒരു പുരുഷൻ്റെ മുമ്പിൽ ഈ പങ്കുവെക്കാൻ തയ്യാറാവും. ഒന്നോടെ സ്നേഹമുള്ള സംസാരവും മൃദുലമായ സ്പർശനവും. അടുത്തത് ബഹുമാനമുള്ള ഒരു മനസ്സും ആദരവുള്ള ഒരു രീതിയുമുണ്ടെങ്കിൽ ഒരു പുരുഷൻ സ്നേഹത്തോടെ ഒരു സ്ത്രീയുടെ മുമ്പിൽ ശരീരം പങ്കുവെക്കും. അല്ലെങ്കിൽ അവൻ വെറും വികാരം പങ്കുവെച്ചു പോകും. അവൻ്റെ ഹൃദയം പങ്കുവെക്കണമെങ്കിൽ അവന് വേണ്ടത് ബഹുമാനമാണ്. ഒരു സ്ത്രീക്ക് സ്നേഹം വേണം, ഒരു പുരുഷന് അംഗീകാരം, ബഹുമാനം വേണം. അതുകൊണ്ട് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി, ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുക. അവനൊരു വില കൊടുക്കുക. വീട്ടിൽ മക്കളുടെ മുമ്പിൽ അപ്പൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്, പരിഹസിക്കരുത്. അമ്മയും മക്കളും ഒറ്റക്കെട്ട്. അപ്പൻ പറയും എനിക്ക് പട്ടിയുടെ വിലയെ ഇവിടെ, ആ വീട് പൊളിഞ്ഞ്. ലൈംഗികത പങ്കുവെക്കണം. മറ്റൊന്ന്, ലൈംഗികത മാത്രം പങ്കുവെക്കുന്ന ഒരു ഭീകര സ്ഥലമല്ല കിടപ്പറ. പരസ്പരം ശരീരത്തിൻ്റെ ബലഹീനതകളും കുറവുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ശുശ്രൂഷിക്കണം. ചിലരുടെ കുടുംബജീവിതത്തിൽ ലൈംഗികതയ്ക്ക് ചില സ്ത്രീകൾക്ക് താല്പര്യമില്ല. കാരണം എന്തറിയോ? പുരുഷൻ അവന് തോന്നുന്ന അവൻ്റെ ചേഷ്ടകളുടെ ഒരു സ്ഥലമായി കിടപ്പറ മാറ്റും. സ്ത്രീക്ക് ഇതിന്നൊന്നും അവൾക്ക് തന്നെ മനസ്സിലായി ഞാനൊരു ഉപയോഗ വസ്തുവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവളങ്ങ് മരവിച്ചു പോകും, താല്പര്യം തന്നെ ഉണ്ടാവില്ല. പുരുഷൻ ഓർക്കണം, പുരുഷനെ പോലെ തന്നെ ഈ മേഖലയിൽ വിചാര ചിന്തകളുള്ളതാണ് സ്ത്രീ ശരീരവും. പുരുഷനൊരു ലൈംഗികത എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ദൈവം സ്ത്രീക്കും കൊടുത്തിരിക്കുന്നത്. അത് പരസ്പരം തിരിച്ചറിയാനുള്ള ജ്ഞാനം വേണം. അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ. ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. എങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കാം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കഴിയുമെങ്കിലും നടക്കുക. 2 വ്യക്തികളെ മാത്രം നിങ്ങളുടെ മനസ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. ഇത്രയും നേരം കേട്ടതിൽ ഒന്ന് ജോസഫ്, ഒന്ന് മറിയം. ആ ഭർത്താവ് ഇങ്ങനെ മാത്രം ചിന്തിച്ചു, ഞാനായിട്ട് നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല, ഞാനായിട്ട് നിന്നെ അപമാനിക്കില്ല. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇത്രയും കാലം നീ ഈ ഭൂമിയിൽ സുരക്ഷിതയോടെ സംരക്ഷിക്കപ്പെടും. അത് ഉള്ളം കൊണ്ട് പറ. അതിൻ്റെ അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കുക. ഭാര്യ ഉള്ളം കൊണ്ട് ധ്യാനിക്കുക. എന്തെല്ലാം പ്രതികൂലതകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ദൈവം എനിക്ക് തന്ന പങ്കാളി അവൻ്റെ ശരീരത്തിൻ്റെയോ അവൻ്റെ സമ്പത്തിൻ്റെയോ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല, അവൻ ദൈവം എനിക്ക് തന്ന ദാനമാണിത്. കുറവുകളൊത്തിരി ഉണ്ടാകാം, എനിക്ക് ലജ്ജ തോന്നുന്നില്ല. ഞാനിതാ അങ്ങയെ ബഹുമാനിക്കുന്നു. ആരും കാണുന്നില്ല, ആരും കണ്ണും തുറക്കണ്ട. കഴിയുമെങ്കിൽ മനസ്സുകൊണ്ട് പരസ്പരം മാപ്പ് പറയുക. ദൈവം മാത്രം സാക്ഷി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്തു പോകുന്നെന്ന് ഈ ഭൂമിയിൽ ആരും അറിയുന്നില്ല. പക്ഷേ ഒരു ദൈവാലയത്തിൽ വെച്ച് ഇതുപോലെ ചേർത്ത് പിടിക്കപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. പരസ്പരം ഹൃദയം കൊണ്ട് ക്ഷമിക്കുക. വർഷങ്ങളായി മിണ്ടാതിരിക്കുന്ന ഏതെങ്കിലും ദമ്പതിമാരുണ്ടെങ്കിൽ ഇപ്പോൾ ആ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുക, ഈ നിമിഷം തൊട്ട് നമ്മൾ തമ്മിലുള്ള അകൽച്ചത, പിശാച് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയ അകൽച്ചത ഞാൻ ഉപേക്ഷിക്കുന്നു. പരസ്പരം പറയുക, ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് എനിക്കുണ്ടായ മുറിവുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് ക്ഷമിക്കുന്നു. അത് ഹൃദയം കൊണ്ട് പറ. എന്നോട് നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ നീ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത്, എനിക്കേറ്റ മുറിവുകളെല്ലാം ഇതാ ഈശോയുടെ അനുവാദത്തോടെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നു. ഒരു ദൈവാലയത്തിലിരുന്ന് എൻ്റെ നാഥനും എൻ്റെ രക്ഷിതാവുമായ എൻ്റെ കർത്താവിനെ സാക്ഷി നിർത്തി ഞാനിതാ നിങ്ങളോട് ഈ ഉടമ്പടി പുതുക്കുന്നു. ഇനി ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നത്രയും നാൾ നമ്മളൊന്നാണ് എന്ന ഉടമ്പടി ഞാൻ ലംഘിക്കില്ല.
അവിശ്വസ്തത, അപമാനിക്കാൻ, പാപം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ഭവനം യേശു വരാനുള്ള വീടാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ പോകുന്നത് യേശു വരാനുള്ള വീട്ടിലേക്കാണ്. യോസഫിൻ്റെ മറിയത്തിൻ്റെ ജീവിതത്തിൽ യേശു വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് യേശുവിനെ ക്ഷണിക്കാം. കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് രണ്ടുപേരും കൂടെ ഓരോ ദമ്പതികളും വിളിക്കുക. ഞാൻ ഈ പറയുന്നത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളെ ഈ ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കാൻ അനുഗ്രഹിച്ചതിന്, ആയുസ് തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരസ്പരം വെറുത്തും വിദ്വേഷം കാണിച്ചും പിശാചിന് അവസരം കൊടുത്തതിന് മാപ്പ് ചോദിക്കുന്നു. കരുണ തോന്നണമേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളണമേ. യേശുനാമത്തിൽ തന്നെ, ആമേൻ. Somebody